ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സയൂസ് കിച്ചൺ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ചെമ്മീനുമായിട്ടാണ് വന്നത്. അപ്പോൾ ചെമ്മീനൊന്ന് പൊരിച്ച് ബിരിയാണി വെക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് എടുത്തിങ്ങേറ്റ് ചതച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് പൊരിയുന്ന ആ ഒരു നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നൈസാക്കി അരിഞ്ഞ വെല്ലുള്ളി, കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് ചോപ്പിച്ച് കോരിയെടുക്കുകയാണ്. ഇനി ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിയിലേക്കുള്ള വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത്. എൻ്റെ കോഴിക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്നൊന്ന് പറയുന്നത് ഞാൻ ഇത്രയോ പ്രാവശ്യമായി ഇപ്പോൾ ഡിലീറ്റാക്കി എടുക്കുക. കോഴി കൊണ്ടേ നിൽക്കാതെ ഒന്ന് പോട്ടെ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചപ്പ് കറിവേപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പേരിന് മാത്രം മതി മല്ലിപ്പൊടി. പിന്നെ അല്പം കുരുമുളക് പൊടി, കുറച്ച് ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കുക. ചില ആളുകളൊക്കെ ചോറ് തിളപ്പിച്ച് കിട്ടാറുള്ളത്. ഞാൻ കുറച്ച് നെയ്ച്ചോറാക്കിയാണ് വെക്കുക. അപ്പോൾ ഞാൻ അതിലേക്കുള്ള നെയ്ച്ചോറാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയിട്ട് വാട്ടിയ ശേഷം വെള്ളവും കറിവേപ്പിലയും ഏലക്കായും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരിയിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വേവ് കണക്കാക്കിയിട്ട് വെക്കണം. നല്ലപോലെ നെയ്ച്ചോറിൻ്റെ കണക്കാക്കിയിട്ട് വേവരുത്. കാരണം നമുക്ക് ആ ബിരിയാണി ആ ദമ്മിൽ കിടന്നൊന്ന് വേവാനുള്ളതാണല്ലോ. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച് ചെമ്മീനൊക്കെ ഒന്ന് കോരിയെടുത്ത് ഈ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഏകദേശം സെറ്റാകുമ്പോഴത്തെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് നമുക്ക് ഇതിലേക്ക് കോരിയിടാം. കണ്ടോ, ഒന്നും തട്ടാതെയുള്ള ചോറാണ്. അപ്പോൾ ഈ ചോറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഉള്ളിയൊക്കെ ചോപ്പിച്ചതൊന്ന് വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് ചെമ്മീൻ പൊരിച്ചത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് ദമ്മ് പൊളിക്കുന്ന സമയത്ത് കാണാൻ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് ദമ്മിട്ട് മൂടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ മൂടിയതാരും കണ്ടില്ല, അപ്പോൾ തുറന്നത് കണ്ടോളി. ഇതാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ.